നീ കണ്ടില്ലേ? ആ ബക്കറ്റിൽ വെള്ളം കൈതട്ടി താഴെ വീണതാ. നീ ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേ? ആടി, ഞാൻ മനഃപൂർവ്വം തന്നെയാ ചെയ്തേ. അങ്ങനെയെങ്കിലും നീ രാവിലെ കുളിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ എന്നും കുളിക്കുന്നതാ, അല്ലാതെ എന്നും നിന്നെ പോലെ സ്പ്രേ അടിച്ച് നടക്കലല്ല. എന്താ ഇവിടെ? അമ്മേ, ബക്കറ്റിൽ നിന്ന് കുറച്ച് കൈതട്ടി വെള്ളം അവളെ ദേഹത്ത് വീണു. അതിനുള്ളിൽ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? കുറച്ച് വെള്ളമല്ലേ, ചാണകമൊന്നും അല്ലല്ലോ ഇങ്ങനെ എടുത്ത് തുള്ളാൻ. അമ്മേ, ഞാനൊന്നും പറഞ്ഞില്ല. ഇവളെ കിടന്ന് ഓരോന്ന് പറയുന്നേ. നീ കെട്ടിക്കേറി വന്നിട്ട് 2-3 മാസമല്ലേ ആയുള്ളൂ, അതിനു മുന്നേ തുടങ്ങിയോ എന്റെ മോളെ ഭരിക്കാൻ? ഞാനൊന്നും പറയുന്നില്ല, പോരെ? മോളെ ശ്രുതി വിളിച്ചോ? രാവിലെ വിളിച്ചു. അവൻ പോയിട്ട് ഇപ്പൊ 2 വർഷമായില്ലേ? അവനൊന്നും വന്ന് നിന്നെ കാണണമെന്നൊന്നുമില്ലേ? എനിക്കറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു മടുത്ത്. തോന്നുമ്പോ വരട്ടെ. അത്രയും നാൾ എനിക്ക് എന്റെ അമ്മേനും ചേട്ടൻ്റെ കൂടെ നിക്കാമല്ലോ. ഇപ്പൊ നീ ഇവിടെ ഉള്ളത് നല്ലതാ. ആ കെട്ടിക്കേറി വന്നവരെണ്ണമില്ലേ, ഒരു കുണമില്ലാത്ത ഒരു സാധനം. അമ്മേ, ഈ ഏട്ടന് വേറെ ആരെയും കിട്ടിയില്ലേ പ്രേമിക്കാൻ? അവളെ കണ്ടാ തന്നെ അറിയാം അഹങ്കാരിയാണെന്ന്. അവനോട് അന്നേ പറഞ്ഞതല്ലേ ഈ പെണ്ണ് വേണ്ടാന്ന്. അന്നേരം അവൻ ഒറ്റക്കാലിൽ നിൽപ്പല്ലേ ഇവള് തന്നെ മതി എന്ന് പറഞ്ഞു. അമ്മേ, മരുമോളാണെന്ന് വെച്ച് പിടിച്ച് തലേ കയറ്റി വെക്കരുത്. അവസാനം അമ്മയെ ചവിട്ടി പുറത്താക്കി അവൾ ഇവിടുത്തെ കൊച്ചമ്മയാവും. അതിനാരവളെ സ്നേഹിക്കുന്നു? ആ മിനിയുടെ മോളെ അവന് പറഞ്ഞു വെച്ചതല്ലേ, പറഞ്ഞിട്ടെന്ത് കാര്യം? അമ്മ വിഷമിക്കാതെ. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അവൾ ഒരടവും നടക്കൂല. എന്റെ മോനെ ഇനി എന്നിൽ നിന്ന് അകറ്റുമെന്നാ എന്റെ പേടി. ശരിയാ, ഏട്ടൻ എന്നോട് പണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു. അവള് വന്നതിന് ശേഷം ആ സ്നേഹമൊക്കെ കുറഞ്ഞു തുടങ്ങി. അവക്കുള്ള പണി ഞാൻ വച്ചിട്ടുണ്ട്. നിന്റെ കാര്യം കൂടെ നോക്കാനല്ലേ അവളെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നത്. നിനക്ക് ഓഫീസിൽ പോണോന്നറിയാം. നേരെ ഇത്രയായിട്ട് അവൾ അടുക്കളയിൽ കയറിയിട്ടില്ല. പിന്നെ ഇവളുള്ളതുകൊണ്ട് എനിക്കൊരു സഹായമായി. ഏട്ടാ, ഞാൻ പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. ഏട്ടൻ ഓഫീസിൽ പോയാ അവൾ അപ്പൊ തന്നെ റൂം അടച്ചകത്തിരിക്കും. ഞങ്ങളോടൊന്നും മിണ്ടാറ് പോലും ഇല്ല. അതെന്താ, ഞങ്ങൾ മനുഷ്യരല്ലേ? ഇന്നലെ അമ്മ കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചപ്പോ അവള് കേട്ട ഭാവം പോലും നടിച്ചില്ല. ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നു. അവള് കാശുള്ള വീട്ടിലെ പെണ്ണാണെന്ന് വെച്ചിട്ട് അമ്മയോട് ഇങ്ങനെയൊക്കെ കാണിക്കാമോ? അവളിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, അതിന്റെ ഒരു ചമ്മല കാണും. നീ അങ്ങോട്ട് പോയി കൂട്ടുകൂടിയാ മതി. അവളൊരു പാവമാ. അമ്മേ, ഏട്ടൻ അവള് കൈവിഷം കൊടുത്ത് കഴിഞ്ഞു. അല്ലെങ്കിൽ അമ്മയോട് ഇത്രയൊക്കെ കാണിച്ചെന്ന് പറഞ്ഞിട്ടും ഏട്ടൻ ഒരു കൂസലും ഇല്ലല്ലോ. ശരിയാ, അവളെന്റെ മോനെ മാറ്റിയെടുത്തു കഴിഞ്ഞു. അമ്മ നോക്കോ, അവളെ ഞാൻ പുകച്ച് പുറത്ത് ചാടിക്കും. നീ എന്തിനാ എടുത്തു കുടിച്ചേ? എന്റെ വീട്ടില് എന്റെ ടേബിളിന്റെ പുറത്തിരിക്കുന്ന സാധനം എടുത്ത് കുടിക്കാൻ നിന്റെ അനുവാദം വേണം? ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചതാ, എനിക്ക് കുടിക്കാൻ. നിനക്ക് വേണം, ഇനി വേറെ ഉണ്ടാക്കി കുടിക്കണം. അല്ല, ഇതൊക്കെ കുടിച്ചിട്ട് നീ എവിടെ പോകുന്ന പോലെ സൗന്ദര്യ മത്സരം ഉണ്ടോ? സൗന്ദര്യ മത്സരത്തിന് പോണോ അതോ ഫാഷൻ ഷോയ്ക്ക് പോണോന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട്. എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല. ഒന്ന് പൊടി. എന്താ എന്താ ഇവിടെ? ഏട്ടാ, ഇവളുണ്ടാക്കിയ ജ്യൂസ് ഞാൻ അറിയാവുന്നെടുത്ത് കുടിച്ചു പോയി. എന്തിനാ കുടിച്ചെന്നൊക്കെ ചോദിച്ചാൽ അടിക്കാൻ വന്നു. നീ ഇവിടെ അടിക്കാൻ പോയോ? ഇതെന്റെ പെങ്ങളാണ്, അതായത് നിന്റെ. അത് മനസ്സിലാക്കി വേണം നീ ഇവിടെ നിൽക്കാൻ. ചേട്ടാ, ഞാനൊന്നും പറഞ്ഞു. ഇനി ഇതിനെ പറ്റി ഈ വീട്ടിലൊരു തർക്കം വേണ്ട. അവളവിടെ. അവളതിന് മുറിയൊന്ന് പുറത്തിറങ്ങണ്ടേ, അതിനകത്തുണ്ട്. മായേ, നിനക്കെന്താ എവിടെ ഇവിടെ ഇരുന്ന കുഴപ്പം? നീ എന്തിനാ ഒറ്റയ്ക്ക് റൂം അടച്ചിരിക്കുന്നത്? അമ്മ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. അതെന്താ? നാളെ ഒരു ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ടുള്ള ഇവളുടെ ഡ്രസ്സാ. എല്ലാരും ഒരുപോലെ ഇടുന്നത്, അതിനുള്ളതാ. കാണിച്ചു കൊടുത്തേ. എത്രയായി? ഇത് 1800. കൊള്ളാം.
എന്ത് രസാമേ ആ ഡ്രസ്സ് കാണാൻ. എനിക്കായിട്ട് ഇതുപോലത്തെ ഡ്രസ്സ് വല്ലതും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? അവള് നാളെ ആ ഡ്രസ്സ് ഇടത്തുമില്ല, അവൾ ആ ഫംഗ്ഷന് പോകത്തുമില്ല. നിനക്കെന്ത് ഫംഗ്ഷന് പോണ്ടേ? ആ പോണം, അവളെ കുളിച്ചോണ്ടിരിക്കാം. ചേട്ടാ ഇത് നോക്കിയേ, ഈ ഡ്രസ്സ് കീറിയിരിക്കണു. ഇതെങ്ങനെ പറ്റി? എനിക്കറിയില്ല. അത് വല്ല പാറ്റയും കടിച്ചതായിരിക്കും. ഇന്നലെ രാത്രി ഞാൻ ഇത് മടക്കി വെക്കുന്നത് വരെ ഒരു പാറ്റി ഇത് കടിച്ചിട്ടില്ല. ഇതാരോ മനഃപൂർവ്വം ചെയ്തയാ. നിന്റെ ഡ്രസ്സ് കയറാൻ ഇവിടെ ആരോ ഉള്ള? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ വീട്ടിലുള്ള ആരോ ചെയ്ത പണിയാ. നീ ആരെ ഉദ്ദേശിച്ചേ? ഞാനും അമ്മയും ചെയ്തു എന്നാണോ? നിങ്ങൾ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങളെ കൂടാതെ ഞാനും അമ്മയിലും ഇവിടെ ഉള്ളൂ. നീ ഞങ്ങളെ തന്നെ ഉദ്ദേശിച്ചത്. നിന്നോട് തർക്കിക്കാനേ എനിക്ക് സമയമില്ല. ചേട്ടാ, ഇനി ഫംഗ്ഷന് ഞാൻ ഏത് ഡ്രസ് ഇടും? സാരമില്ല, നീ വേറെ ഡ്രസ് എടുത്തിട്ട്. അല്ല, അതെങ്ങനെ ശരിയാവും? എല്ലാവരും സെയിം കളർ ഡ്രസ് അല്ലേ? അപ്പൊ ഇവള് വേറെ ഡ്രസ് ഇട്ടാ എങ്ങനെയാ? ഏയ്, ഫംഗ്ഷൻ ഒഴിവാക്കാൻ പറ്റില്ല. നീ പോയി റെഡിയാവും. ഈ ചേട്ടൻ എന്തൊരു കിഴങ്ങനാ. ഇത്രയും നല്ല ഡ്രസ്സ് കീറിയിട്ട് അവളൊന്നും വഴക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഇവളുടെ മുഖം എന്താ കടന്നൽ കുത്തിയ പോലെ? രണ്ടും കൂടെ അടിയായോ? ദൈവമേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. എന്തായാലും പോയി നോക്കാം. കേക്കുന്നില്ലല്ലോ. നീ എന്താടി ഇവിടെ? ഓ, ഒളിഞ്ഞു നോട്ടായിരുന്നല്ലേ? നാണം ഇല്ലല്ലോ. ഞാൻ ഏട്ടനെ കാണാൻ വന്ന. എന്തിന്? അതെന്തിനാ നീ അറിയുന്നേ? ഞാൻ ഏട്ടനോട് പറഞ്ഞോളാം. ചാരു എന്നെ കാണാൻ വന്നതല്ലേ? നിനക്കെന്താ കുഴപ്പം? കൊണ്ടുവാ. എന്താ കാര്യം? ഏട്ടാ, ഞാൻ ഡിഗ്രിക്ക് ചേരാൻ തീരുമാനിച്ചു. കോളേജിൽ അടയ്ക്കാൻ കുറച്ച് പൈസ വേണമായിരുന്നു. സുധീരനോട് ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞു. അതാണോ കാര്യം? എത്രയാ വേണ്ടേ? തൽക്കാലം ഒരു 50,000 രൂപ മതി. ആ, 50,000. അപ്പോൾ ഞാൻ എനിക്ക് ക്യാഷ് കുറച്ച് അറേഞ്ച് ചെയ്യണം. ഒരു 2 ദിവസം സമയം റെഡിയാക്കാം. ശരി. ചേട്ടാ, അവളെന്തിനാ വിളിച്ചേ? അവള് ഡിഗ്രിക്ക് ചേരുന്ന കാര്യം പറയാൻ വിളിച്ചേ. +2 കഴിഞ്ഞിട്ട് കാലം കുറയാലോ. എന്നിട്ട് ഇപ്പഴാണ് ഡിഗ്രിക്ക് ചേരുന്നത്. അവള് പഠിക്കട്ടെ, നിനക്കെന്താ പ്രോബ്ലം? ഓ, എനിക്കെന്ത് പ്രോബ്ലം? അവളെന്തോ ചെയ്യട്ടെ, എന്റെ മനസമാധാനം കളയാതിരുന്നാ മതി. അടി, കുറച്ച് കറിയും എടുത്ത്. ഒഴിക്ക്. മനപ്പുറമല്ലേടി നീ എന്റെ മോളുടെ മേത്ത് കവിയെടുത്തൊഴിച്ചത്? പള്ള പരച്ചിന് കാണിച്ച എന്റെ മോനെ ഞങ്ങൾ നകച്ചാനല്ലേടി നിന്റെ ഉദ്ദേശം? ഞാൻ നിന്നെ തല്ലി എന്ന് പറഞ്ഞാൽ അവൻ ഞാൻ പറയുന്നതേ വിശ്വസിക്കും. കിടന്ന് മൂന്നാൾ കയറി പൊടി. കലക്കിയമ്മേ, അവളുടെ അഹങ്കാരം കുറച്ചൊന്ന് കുറഞ്ഞാണ്. താൻ കരയാണോ? എന്ത് പറ്റി? ഒന്നുമില്ല. കാര്യം പറ. ചേട്ടാ, നമുക്ക് ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറിയാലോ? മാറാനോ? എങ്ങോട്ട്? വേറെ വീട്ടിലേക്ക്. എനിക്കിനി ഇവിടെ നിക്കാൻ വയ്യ. ഇവിടെ ആർക്കും എന്നെ ഇഷ്ടമല്ല. എടോ, അതൊക്കെ തന്റെ തോന്നലാണ്. താൻ അവരോട് മിണ്ടുന്നില്ല എന്നാണ് അവരുടെ പരാതി. അല്ല, ഇപ്പൊ എങ്ങനെ തോന്നുന്നത്? എന്താ ഉണ്ടായേ? അതിന്ന് ഒന്നുമില്ല. ഇയാളുടെ ഈ മൂഡ് ഓഫ് മാറ്റാൻ
നമുക്ക് നാളെ ഒരു ഔട്ടിങ് പോവാം. ഇപ്പൊ കിടന്നു. ആ നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ചെറിയൊരു ഔട്ടിങ്. എന്നാ ഞാനും കൂടെ വരട്ടെ, എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അതെന്താ നീ കൂടെ ചേട്ടാ അവളോട് വരട്ടെ, നീ വാ. അതെ, ഫ്രണ്ട് ഇരുന്നില്ലെങ്കിലേ എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരും. ഏട്ടാ, ഞാൻ പറഞ്ഞ പൈസ. ഞാൻ മറന്നു മോളെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 40,000 ഉള്ളൂ. 10 ഞാൻ നാളെ തരാം. 40 ഇപ്പൊ ഗൂഗിൾ പേ ഒക്കെ. ശരി. പൈസയോ? എന്ത് പൈസ? അത് അവളെ ഡിഗ്രിക്ക് ചേരാൻ വേണ്ടി ചോദിച്ചു പൈസ. അതിന് നിങ്ങൾ എന്തിനാ കാശ് കൊടുക്കുന്നേ? അവളുടെ ഭർത്താവില്ലേ ഗൾഫില്, അയാളോട് ചോദിക്കാൻ പറയണം. സുധിയുടെ ഇപ്പൊ കാശൊന്നും ഇല്ലെന്നാ പറയുന്നത്. മാത്രമല്ല പണ്ട് മുതൽ അവളുടെ കാര്യങ്ങളെല്ലാം ഞാനല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. അവളുടെ പെങ്ങളല്ലേ. ഒരു അനിയത്തി. കുറെ ആയി ഞാൻ ക്ഷമിക്കുന്നു. 2 കൊല്ലായല്ലേ അവൾ ഈ വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇന്നേ വരെ ഒരു 5ന്റെ പൈസ അയാൾ അവൾക്ക് അയച്ചു കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്റെ പെങ്ങളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. എനിക്ക് ഒരുത്തന്റെ കാശ് വേണ്ട. അവൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ ഞാൻ ഇനിയും ചെയ്തു കൊടുക്കും. എന്താ ഇവിടെ? ഇത് ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നം. നിന്റെ ആവശ്യം ഇവിടെ ഇല്ല. എന്റെ പേര് ചെറിയ വഴക്കെന്ന് എനിക്ക് മനസ്സിലായി. അതാ ഞാൻ ചോദിച്ചേ. ഏട്ടാ, എനിക്ക് ആ ക്യാഷ് വേണ്ട. ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ പ്രോബ്ലം വേണ്ട. നീ ഒരുത്തി കാരണ ഞങ്ങൾ തമ്മിൽ വഴക്ക്. കെട്ടിച്ചു വിട്ടാലേ ആ വീട്ടിൽ പോയി കിടക്കണം, അല്ലാതെ ഏട്ടന്റെ കുടുംബം നശിപ്പിക്കല്ല വേണ്ടേ. നീ ആരാണ് ഇവിടെ പറയാൻ? ഇത് ഇവളുടെ വീടാ. ഇവക്ക് ഇവിടെ എന്തും ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. നീയാ ഇവിടെ കെട്ടിക്കയറി വന്നോള്. മനസ്സിലായിക്കോ? അപ്പോ ഞാനാണല്ലേ നിങ്ങൾക്കിടയിലെ പ്രശ്നം. ഇനി ഞാൻ കാരണം നിങ്ങൾ പിണങ്ങണ്ട, ഞാൻ പൊയ്ക്കോളാം. നീ ഇവിടെ പോവാൻ? സുധി വരുന്നവരെ നീ ഇവിടെ തന്നെ നിന്നാ മതി. അല്ലാത്തവർക്കൊക്കെ ഈ വീട്ടിൽ നിന്ന് പോവാ. ഇല്ലടി, എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ. ആകെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് ചേട്ടനാ. ഇപ്പൊ ചേട്ടനെ അവൾ എന്റെ ശത്രുവാക്കി. എടി മണ്ടി, നീ ഇപ്പൊ തോറ്റു കൊടുത്താലേ അവള് ജയിച്ചു എന്ന് അർത്ഥം. അവളെ നിനക്കിട്ട് പണിതതുപോലെ നിനക്ക് തിരിച്ചു കൊടുക്കണ്ടേ? അപ്പൊ അവള് വാലും ചുരുട്ടി ഓടിക്കോളും. അവളാ വീട്ടിൽ നിന്ന് പോയാലേ അമ്മായിയമ്മയുടെ പത്തിയും താഴും. എന്തായാലും 2-1 അറിഞ്ഞിട്ടേ ഉള്ളൂ കാര്യം. ശരിയടി, ഞാൻ വിളിക്കാം. ഓ, നമ്മൾ അന്ന് പോയതല്ലേ? അയ്യോ, അറിയാതെ ഒഴിച്ചതാ. നീ മനപ്പൂർവ്വം ഒഴിച്ച തന്നെയാ. മനഃപൂർവ്വം തന്നെയാ. വെള്ളം തന്നെയല്ലേ, അല്ലാതെ ചാണകമൊന്നും അല്ലല്ലോ. ഇതിനുള്ള പടി ഞാൻ നിനക്ക് തന്നിരിക്കും. അമ്മേരെ പുന്നാര മരുമോൾ ടൂറ് കഴിഞ്ഞ് വരുന്നുണ്ട്. കണ്ടവന്റെ കൂടെ കറങ്ങിയിട്ട് ശൈലി ഇനി തിരിച്ചു വരില്ലെന്നാ വിചാരിച്ചത്. ഇനി വരട്ടെ, 2 കൊടുക്കുന്നുണ്ട് ഞാൻ. 2 അല്ലമ്മേ, 10 എണ്ണം കൊടുത്തു. ഞങ്ങൾ 2 ഇവിടെ ഇരിക്കുന്നൊന്നും കാണുന്നില്ലേ? അതെങ്ങനെ കാണാനാ അമ്മേ? ടൂറ് പോയിട്ട് വന്നല്ലേ ഉള്ളൂ. ഇപ്പോഴും ആ മൂഡിൽ തന്നെ ആയിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല. കാണില്ല, കണ്ണ് 2 മാനത്തല്ലേ. എവിടെ ആയിരുന്നു? ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടാ പോയത്. അയ്യേ, ഏട്ടൻ മാത്രല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന, ഞങ്ങളും കൂടിയാണ്. ഏത് ഞങ്ങള്? അമ്മയും ഏട്ടനും പറഞ്ഞാൽ ചിലപ്പോ ഞാൻ അനുസരിച്ചെന്നിരിക്കും. നിന്നെ അനുസരിക്കേണ്ട കാര്യം എനിക്കില്ല. കേട്ടോ അമ്മ അവള് പറഞ്ഞത്? ഇതിനർത്ഥം എന്തോ? അവൻ എനിക്ക് തരുന്നത് പുല്ല് വിലയാണെന്നല്ലേ? എന്റെ മുഖത്ത് നോക്കി ഇതൊക്കെ പറയാൻ അവർക്ക് എവിടെ നിന്ന് ഇത്രയ്ക്ക് ധൈര്യം? അന്ന് ഏട്ടൻ അവളെ അടിച്ചതിന് ശേഷം ഇവക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. എന്നെ ഇവിടെ എന്തെങ്കിലും പുറത്താക്കാൻ അവളിപ്പോ നോയിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുന്നേ ഞാൻ ഇവളെ ഇവിടുന്ന് പുറത്ത് കളയും. ടൂറൊക്കെ കഴിഞ്ഞ് എത്തിയോ? എങ്ങനെ ഉണ്ടായിരുന്നു ടൂർ? നന്നായിരുന്നു.
നിന്റെ പിണക്കം ഇതുവരെ മാറിയില്ലേ? നീ ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിട്ടല്ലേ ടൂറിനൊക്കെ വിട്ടേ? എനിക്ക് പിണക്കൊന്നുമില്ല. അന്നത്തെ ഒരു ദേഷ്യത്തിന് ഞാൻ അറിയാതെ അടിച്ചു പോയതാണ്. അത് മാത്രമല്ല, അവൾ ഇവിടെ വന്ന് നിൽക്കുമല്ലേ, അപ്പൊ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഞാനല്ലേ. പിന്നെ എങ്ങനെ അവളുടെ മുമ്പ് വെച്ച് നിന്നെ സ്നേഹിക്കുകയും അവളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത്? അപ്പോ അവളുടെ മുന്നിൽ വെച്ച് എന്നെ കുറ്റപ്പെടുത്താല്ലേ? അതങ്ങനല്ല. അവൾ ഇനി എന്നോട് എങ്ങനെയാ കാണിക്കുന്നേ അതുപോലെ ഞാൻ തിരിച്ചും കാണിക്കും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താന്ന് വെച്ചാ ചെയ്യും. നിങ്ങൾ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിന്? പുട്ട്. പുട്ടാ? നിനക്ക് എപ്പോഴും ഈ തള്ളു മാത്രമേ ഉള്ള? എനിക്ക് പുട്ടൊന്നും വേണ്ട, എനിക്ക് ഇടിയപ്പം വേണം. എനിക്ക് റെഡിയുടെ കുറവുണ്ട്. ഞാൻ പുട്ടുണ്ടാക്കി കഴിഞ്ഞു. നിനക്ക് ഇടിയപ്പം വേണമെന്നുണ്ടെങ്കിൽ നീ ഉണ്ടാക്കിക്കോ. അതെ, ഇത് എന്റെ വീടാ, നീ ഇവിടെ വന്ന് കയറിയവളാ, അതുകൊണ്ട് നീ എനിക്ക് ഉണ്ടാക്കി തരേണ്ടേ. ഇവിടെ ഇപ്പൊ പുട്ടേ ഉള്ളൂ, നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി. എനിക്ക് ഇടിയപ്പം വേണം, നിനക്ക് ഉണ്ടാക്കാൻ പറ്റൂല്ലേ? ആ ചേട്ടാ, ചാരുവിനെ പുട്ട് വേണ്ടാന്ന്, ഇടിയപ്പം ഉണ്ടാക്കാനാ പറയുന്നേ. നിനക്ക് പുട്ട് ഇഷ്ടമാണല്ലോ, പിന്നെന്താ? ഞാനാ പറഞ്ഞോളൂ പുട്ടുണ്ടാക്കാൻ. അയ്യോ, എനിക്ക് പുട്ട് ഇഷ്ടമാ ചേട്ടാ, ഞാൻ കഴിച്ചോളാം. ഫുഡ് എടുക്ക്, പോവാൻ നേരം. അതെ, ഞാൻ ഇന്ന് നമ്മുടെ കിഷോറിന്റെ ഓഫീസിൽ വന്ന് പോകും. ഒരു 3-4 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഒരു മീറ്റിംഗ് ഉണ്ട്. ലോങ് ആയതുകൊണ്ട് ഇവിടെ വന്നിട്ട് പോയാൽ താമസിക്കും. പിന്നെ അമ്മയ്ക്ക് കാല് വരാതിരിക്കുക, ശ്രദ്ധിച്ചേക്കണേ. അയ്യോ, ഏട്ടനെ നേരത്തെ വിഷമിക്കണ്ട. അമ്മയുടെ കാര്യം ഞാനും ചേച്ചി പൊന്നു പോലെ നോക്കോളാം. ഇടി നിനക്കറിയാലോ, ഞാനൊന്ന് സുഖിച്ചു നിൽക്കുന്നത് എന്റെ വീട്ടിലാ. അയാളുടെ വീട്ടിൽ ഇതുവല്ലോ നടക്കും. ആ പിശാചുള്ളതാ എനിക്കിപ്പോ തലവേദന. എന്തായാലും ഏട്ടൻ ഇനി 2 ദിവസം വീട്ടിൽ കാണില്ല. ആ ദിവസം മതി എനിക്ക് അവളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ. ശരിയടി. ഡേ, ഞാനിവിടെ തുടച്ചിട്ടതാ, നീ നടന്ന് വൃത്തിയേടാക്കല്ലേ. പോടി. അയ്യോ, അമ്മേ, 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 ഇവിടെ എത്രയും വെള്ളം ഒഴിച്ച് എന്നെ വീഴ്ത്തി. നീ എന്റെ മോളെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കുന്നോടി. എന്റെ ദേഹത്ത് തൊട്ടു പോവരുത്. അമ്മയുടെ കയ്യിലെ ചൂട് മാറ്റണമെങ്കിലേ മോളുടെ അവളെ തടിച്ചാ മതി, അല്ലാതെ എന്റെ ദേഹത്തോട്ട് എടുക്കണ്ട. എന്റെ ദേഹം ഇവളുടെ ദേഹത്ത് വല്ല ബാധയും കയറിയ. ബാധയല്ല അമ്മേ, ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ, അപ്പൊ അവക്ക് എന്തും കാണിക്കാമല്ലോ. ഇവളെന്റെ കൈ തടുത്തു. നോക്കിക്കോ, അവളുടെ കവിളത്തിന്റെ കൈ വീഴും. മായയില്ലേ? എന്താ? അത് ഞാൻ മായോട് പറഞ്ഞോളാം. ഡേ, നിന്നെ കാണാൻ ഏതോ ഒരുത്തം വന്നേക്കുന്നു. ആര്? ആർക്കറിയാം? നീയോ? വാ ഇരിക്ക്. അമ്മേ, അമ്മേ, എന്താ? അമ്മേ, അവളുടെ രഹസ്യ കാമുക വന്നിക്കുന്നു. പുറത്തു വന്നിപ്പുണ്ട്. ഏട്ടനില്ലാന്ന് അറിഞ്ഞു വന്നതായിരിക്കും. ദൈവമേ, ഈ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുവോ മൂദേവി? നീ നല്ല സമയത്താ വന്നത്. ചേട്ടനൊരു ജോലിന്റെ ആവശ്യത്തിനായിട്ട് പോയതാ. ഇനിയിപ്പോ 4 ദിവസം കഴിഞ്ഞിട്ട് വരും. ഞാനിത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചേ. സാറില്ല, ഞാൻ പിന്നെ വരാം. ഇറങ്ങട്ടെ. എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് പോവാം. ഞാൻ ചായ എടുക്കാം. പാലില്ല. ഓ, എന്നാ കട്ടൻ ചായ ഇടാം. തേയിലപ്പൊടി ഇല്ല. ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ എന്ത് വൃത്തിയുടെ കാണിച്ചേ? വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നേ? പിന്നെ നിന്റെ കാമുകനെ പിടിച്ചിട്ട് ഞാൻ സൽക്കരിക്കണോ? കാമുകനോ? എന്ത് വൃത്തിയുടെ പറയുന്നേ? അവൻ എന്റെ കൊളീഗാ. ഇതെന്ന് കൂടെ ജോലി ചെയ്യുന്നത് അത് കാമുകൻ തന്നെ, ഫിക്സ്. ഏത് കൊളാബായാലും കൊള്ളാം. അവ ഇല്ലാത്ത നേരത്താണോ നിന്റെ അഴിഞ്ഞാട്ടം? വരട്ടെ, അവൻ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. മഞ്ഞപ്പിത്തമുള്ളവർക്കേ കാണുന്നതെല്ലാം മഞ്ഞയായിരിക്കും. ആ ചേട്ടാ പറ. എന്താടി ഒരു വിഷമം പോലെ? എന്ത് പറ്റി? ഒന്നുമില്ല. എന്തോ ഉണ്ടല്ലോ, നീ കാര്യം പറ. ചേട്ടാ, അത് ഇന്ന് ചാരു അമ്മയും കൂടി
മതി മതി, എനിക്ക് തോന്നി നീ ഇതാവും പറയാൻ പോകുന്നത്. എടി അവരെന്തെങ്കിലും പറഞ്ഞാല് നീ കേട്ടില്ല കണ്ടില്ല എന്നങ്ങ് വെച്ചാ പോരെ. ഒന്നുമില്ലെങ്കിൽ അവളെക്കാട്ടി വയസ്സിന് മൂത്തതല്ലേ നീ, അതിന്റെ പക്വതെങ്കിലും നിനക്ക് കാണിച്ചൂടെ മായേ? ചേട്ടാ ഞാൻ വെക്കാം, പിന്നെ വിളിക്കാം. എനിക്ക് ഒരു സമാധാനവും ഇല്ല അമ്മേ. എന്താടി നിന്റെ കെട്ടിയവൻ വിളിക്കാറില്ലേ? ഛേ, അതൊന്നുമല്ല. ഏട്ട ഇല്ലാത്തപ്പോഴേ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? അവളുടെ കാമുകം വരുന്നു, അവൾ അമ്മയുടെ കൈ തടയുന്നു. ഓ, എനിക്കമ്മയുടെ മൂത്ത് നോക്കി ഛേ എന്ന് പറയാൻ പോലും പേടിയാ. അങ്ങനെ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ഭരിക്കാന്ന് ആരും വിചാരിക്കണ്ട. അതൊക്കെ ചേർത്ത് പണി കൊടുക്കണം. അമ്മയുടെ കാലുവേദന ഇപ്പൊ എങ്ങനെയുണ്ട്? ഓയിൻമെന്റ് ഒന്നും ഇപ്പൊ തേക്കാറില്ലേ? അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തെ. നീ ആ ഓയിൻമെന്റ് ഇങ്ങ് എടുത്തോണ്ട് വാ, നല്ല കാലുവേദന. ഒന്ന് ഇട്ടെ. അല്ല അമ്മേ, ഞാനാണോ തടവി തരേണ്ടേ? അവളെ കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യിപ്പിക്കേണ്ടത്. ഏട്ടൻ പ്രത്യേകം പറഞ്ഞിട്ട് പോയതല്ലേ അമ്മയെ നോക്കണേന്ന്. അവളെ വിളിക്കേ. ഡി മായേ, എന്റെ ആ ഓയിൻമെന്റ് ഇങ്ങ് എടുത്തോണ്ട് വാ, കാലിന് നല്ല വേദന. കൈ കൊണ്ട് തരാനാണെങ്കിൽ പിന്നെ നിന്നെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ ഇരുന്ന് ആ കാലിലോട്ടൊന്ന് ഇട്ടെ. ഓ, എന്റെ കാലൊടിക്കുവോ നീ? എനിക്കിത് ചെയ്യാനൊന്നും അറിഞ്ഞൂടാ. പിന്നെ നിനക്ക് എന്തോന്നറിയാം? അതങ്ങോട്ട് കൊടുത്തേ അവളുടെ കയ്യില്. ചാരു, നീ ഇട്ടെ. പതുക്കെ. ചിരിച്ചു മറിയുവാണല്ലോ. ഇങ്ങനെ തിരിച്ചു സംസാരിക്കണമെങ്കിൽ എന്തായാലും അത് ഏട്ടനല്ല. നീ കുഴഞ്ഞോടി. ഇവളെ പുറത്താക്കാനുള്ള വഴി ഇവള് തന്നെ ഉണ്ടാക്കി തരുവാണല്ലോ. നേടി എടുത്തു വയ്ക്കാം. എന്താടി? ഏട്ടനാണോ? ഞാൻ വിളിച്ചിട്ട് ഏട്ടനെ കിട്ടിയില്ല. ഒന്ന് ഫോൺ തരുമോ? ചേട്ടനല്ല, എന്റെ ഫ്രണ്ടാ. ഓ, കൊളീഗ് ഫ്രണ്ട്. അമ്മയോട് കൊളുത്തി കൊടുക്കാനുള്ളതായി. നീ പറ. അമ്മ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ മിനിയുടെ വീട് വരെ ഒന്ന് പോയതാ. സംസാരിച്ചിരുന്ന സമയം പോയതറിയില്ല. എന്തൊരു വെയിലായിരുന്നു. അമ്മേ, എന്താ? അമ്മ ഇവിടെ ഇറങ്ങിയപ്പോ തൊട്ട് തുടങ്ങിയതാ. എന്ത്? അവളുടെ ഫോൺ വിളി. 24 മണിക്കൂറും ഫോൺ വിളി. പാവം എന്റെ ഏട്ടൻ. അവളെ ഞാനൊന്ന്. ഡി മായേ, മായേ, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാടി. എവിടെ അടി? എന്തോ നീ കാണിക്കുന്നത്? അയ്യോ, അമ്മയ്ക്ക് നല്ല ഉന്നാണല്ലോ. ഡി, നീ അമ്മയെ കൊണ്ട് എന്നെ തല്ലിച്ചല്ലേ? അതവര് നിന്നെ തല്ലി വളർത്താത്തതിന്റെ കുഴപ്പാ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കിട്ടുന്നത് നല്ലതാ. നീ നോക്കിക്കോ, ഇതിനുള്ള മറുപടി നിന്റെ കവിളിൽ വീണിരിക്കും. ഏട്ടന്റെ കൂടെ സൂചിച്ച് വാഴാമെന്നേ നീ കരുതണ്ട. ഹലോ അമ്മേ, ഞാൻ മായയാ. അതമ്മേ, ഞാൻ വിളിച്ചത് ചാരു. മനസ്സിലായി മോളെ. ഇല്ല അമ്മേ, ഇങ്ങനെ പോയാ എന്നെ ഏട്ടനെ അവള് പിരിക്കും. അല്ല, അവൾ എന്താ അങ്ങോട്ട് വരാത്തെ? അത് അവൾക്ക് കൂടി തോന്നണ്ടേ മോളെ. മായക്ക് അറിയാമോ, അവൾ ആ വീട്ടിൽ പോയിട്ട് ഒരു തവണ പോലും എന്നെ വിളിച്ചിട്ടില്ല. അമ്മേ, അമ്മേ. എന്തിനാടി വിളിച്ചു പോകുന്നേ? സുധിയേട്ടൻ വിളിച്ചിരുന്നു എന്നോട് വീട്ടിലോട്ട് ചെല്ലാൻ. എന്താ ഇപ്പൊ അങ്ങനെ? തള്ളയെ നോക്കാനായിരിക്കും. അതൊന്നും അല്ല, സുധിയേട്ടൻ നല്ല ദേഷ്യത്തിലായിരുന്നു. അമ്മ, എനിക്ക് ഉറപ്പാ ഇവള് തന്നെ എന്റെ കുറ്റങ്ങളൊക്കെ അമ്മയെ വിളിച്ച് പറഞ്ഞു കൊടുത്തത്. അതെ, ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തേ. എന്തിനാടി നീ എന്റെ മോടെ ജീവിതം നശിപ്പിക്കുന്നേ?
ആരാരുടെ ജീവിതം അമ്മയെ നശിപ്പിക്കുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാ ഇവൾ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഞാൻ ഇവിടെ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിലേ നിനക്ക് ആ വീട്ടില് ഒരു നാത്തൂൻ വേണമായിരുന്നു. പിന്നെ എന്റെ അമ്മായിമ്മ പോലെയല്ല നിന്റെ അമ്മായിമ്മ. അതുകൊണ്ട് ആ കാര്യത്തിൽ നീ ലക്കിയ. നിർത്തണേ നിന്റെ സെന്റിമെന്റ്സ്. നാളെ ഏട്ടൻ വരട്ടെ, അപ്പൊ ബാക്കി കാണിച്ചു തരാം. അവളെ കള്ള കാമുകന്റെ ഫോട്ടോയും വീഡിയോയും ഞാൻ ഇപ്പൊ തന്നെ ചേട്ടനെ അയച്ചു കൊടുക്കും. ആ ഏട്ടാ, ഏട്ടാ ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷേ ഏട്ടാ, ഏട്ടൻ പോയ അന്ന് തൊട്ട് 24 മണിക്കൂറും ചേച്ചി ഫോണില്ല. അമ്മയെ അടിക്കാൻ കയ്യോന്നി. ഏട്ടാ, ചേച്ചിക്ക് എന്തോ ചുറ്റിക്കളിയുണ്ട്. എൻ്റെ ഏട്ടൻ ചതിക്കപ്പെടരുത്. ഞാൻ പറഞ്ഞതൊന്നും പറയരുത്. നിങ്ങൾ തമ്മിലൊന്നും വഴക്കൊന്നും ഉണ്ടാവരുത് കേട്ടോ. മായേ എടി മാ. 4 ദിവസം കാണില്ല എന്ന് പറഞ്ഞിട്ട് നേരത്തെ വന്നോ? ഏതവനാടി ഇത്? ചേട്ടാ ഇത് മിണ്ടരുത് നീ. അപ്പൊ ഇതാണ് ഞാൻ വിളിക്കുമ്പോഴല്ല നീ ബിസി ആയിരുന്നല്ലേ? വാടി ഇവിടെ. ചേട്ടാ വീട് ചേട്ടാ ഇറങ്ങി. എന്തോന്നാടി? സ്വപ്നമായിരുന്നു, നല്ല സൂപ്പർ സ്വപ്നമായിരുന്നു അമ്മേ. എന്ത് സ്വപ്നം? ഏട്ടൻ ഇവളെ ഇറക്കി വിടുന്നതായിട്ട്. അത് നടക്കുമെന്ന് തോന്നണില്ല. ആ ശല്യം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ആ മിനിയുടെ മോളെ കൊണ്ട് ഇവനെ കെട്ടിക്കായിരുന്നു. അവർക്കാണെങ്കിൽ ഇപ്പോഴും നല്ല താല്പര്യമാണ്. അതിരിക്കട്ടെ, സുധി നിന്നെ വിളിച്ച തിരിച്ചു പോണ കാര്യമൊന്നും പറഞ്ഞില്ലേ? അത് നൈസായിട്ട് ഞാൻ അങ്ങ് ബ്ലോക്കാക്കി. അമ്മയ്ക്ക് കാലൊട്ടും വയ്യാന്ന് പറഞ്ഞു. പിന്നെ ഏട്ടനുമായിട്ട് ആളത്ര രസത്തിലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും അവളുടെ അവിഹിതം അറിഞ്ഞിട്ട് അവൻ അവളെ ഇറക്കി വിടുന്നില്ലല്ലോ. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. ഇപ്പൊ ഇറക്കി വിട്ടാ നാട്ടുകാർ അതും ഇതൊക്കെ പറയൂലേ. നമുക്ക് അതിന്റെ നാണക്കേട്. ഏട്ടൻ അതിനായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. ഇന്നലെ ഏട്ടന്റെ കൈ നല്ലോണം കിട്ടിയല്ലേ? പിടിച്ചു മാറ്റണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ദേഹം തന്നെ വല്ലതുണ്ടോ? എനിക്കറിയാം നീയാണ് ഏട്ടൻ ആ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തേന്ന്. അതെ, ഞാൻ തന്നെയാ. പിന്നെ നീ ചെയ്യുന്നതൊക്കെ ഞാനും അമ്മയും കണ്ടില്ലാന്ന് വെക്കാം. 2 കിട്ടിയിട്ടും വലിയ കുലുക്കൊന്നും ഇല്ലല്ലോ. ഓ, അപ്പൊ എനിക്ക് 2 കിട്ടാൻ വേണ്ടി ചെയ്തയാണല്ലേ? അയ്യോ, ഞാൻ അങ്ങനെ ചെയ്യോ? നീ എന്റെ നാത്തൂനല്ലേ. എന്തൊന്ന് കട്ടനാടി ഇത്? എന്തു പറ്റി? ചൂടാണോ? ഇതിൽ പഞ്ചസാരക്ക് പറയാൻ നീ ഉപ്പാണോ കലക്കിയത്? ഉപ്പോ? ഞാൻ പഞ്ചസാര തന്നെ ഇട്ടത്. എന്റെ ഒരു ദിവസം പോയി. അത് നീ എന്നെ കുടിച്ചോ? ചാരു, മോളെ ചാരു, മോളെ എന്താ? നീ പോയി എനിക്കൊരു കട്ടൻ ഇട്ടെ. ഇവളുണ്ടാക്കിയത് വായിൽ വെക്കാൻ കൊള്ളില്ല. കാണട്ടെ. ഞാൻ ഇപ്പൊ ഇട്ടിട്ട് വരാം. കണ്ട് പഠിക്കണേ ഇവിടെ കഴിപ്പിക്കാൻ. എനിക്കിതൊന്നും ശീലമില്ലാത്തതാണ്.
കുഴപ്പമില്ല. ഇപ്പൊ ഞാനാ സ്റ്റാർ. ഇതില് പിടിച്ച് കേറണം. അവളുടെ മറ്റവനല്ലേ? തേടിയ വെള്ളി കാലിൽ ചുറ്റി. ജീവനല്ലേ? അതെ. ഞാൻ ചേച്ചി ഇപ്പൊ വിളിക്കാവേ. അങ്ങോട്ടിരിക്കേ. ചേച്ചിയുടെ കാമുകൻ. കാമുകൻ? ഞാൻ അന്ന് ഫോട്ടോ അയച്ചതില്ലേ അവൻ. അവൻ ഇവിടെ താഴെ ഇരിപ്പുണ്ട്. എന്നിട്ട് അവിടെ വച്ചിട്ട് വാ. പോ. ജീവനല്ലേ? പുറത്ത് സംസാരിക്കാം. നല്ലൊരു അടി കാണാന്ന് വിചാരിച്ചതാ, മിസ്സായി. ഇന്നത്തോടെ ഇവിടുത്തെ പൊറുതി മതിയാക്കിക്കോ. ബാഗെല്ലാം പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പോവാൻ റെഡി ആയിക്കോ. എന്തിന്? അറിഞ്ഞില്ലേ, നിന്റെ മറ്റേ വന്നിരുന്നു ജീവൻ. ഏട്ടൻ അവന്റെ കഴുത്തിന് പിടിച്ച് വെളിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കൊല്ലാനാണോ എന്തിനാണോ എന്ന് ആർക്കറിയാം. അയ്യോ, ഞാനേ ഏട്ടനെ പോയി ഒന്ന് നോക്കിയിട്ട് വരട്ടെ. ശരിയാക്കി തരാടി. ഏട്ടാ, എന്തായി? അവനെ എങ്ങോട്ടാ കൊണ്ടുപോയേ? രണ്ട് കാര്യം നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ നന്നായിട്ട് കൊടുത്തു വിട്ടിരുന്നു. അവനിട്ട് രണ്ട് പൊട്ടിക്കുന്ന കാണാൻ പറ്റിയില്ലല്ലോ. ഏട്ടൻ എന്തിനാ അവളിവിടെ നിർത്തിക്കണേ? ഒന്ന് പറഞ്ഞയച്ചൂടെ? പാവ എന്റെ ഏട്ടൻ. എടി, ഇപ്പൊ അവളെ പറഞ്ഞു വിടുന്നത് അവക്കൊരു സൗകര്യമാവില്ലേ? അതാകുമ്പോ അവക്ക് അവൻ്റെ കൂടെ അങ്ങ് പോവാല്ലോ. അത് കഴിഞ്ഞ് ഈ നാട്ടുകാർ തെണ്ടികൾ പറയുന്നത് കേട്ട് നാണം കേട്ട് ഞാൻ എവിടെ ഇരിക്കണം? അത് നടക്കില്ല. എന്നാലും അവന്റെ ധൈര്യം നോക്കണേ. പിന്നെ ഈ വീട്ടിൽ തന്നെ കയറി വന്നില്ലേ? നീ റൂമിലോട്ട് വാടി. അവളെ ഇറക്കി വിടാൻ പറ്റിയില്ലെങ്കിലും ഇപ്പൊ രണ്ടെണ്ണം കിട്ടുമല്ലോ, അത് മതി. നീ വേണ്ടാത്ത വല്ല എടുത്ത് കഴിച്ചിട്ടാണോ ഛർദിച്ചേ? അതോ വേറെ വല്ലതും ആണോ? ഞാൻ പ്രഗ്നന്റാ. ദൈവമേ, ചതിച്ചോ? അയ്യോ അമ്മ, നമ്മളിനി എന്ത് ചെയ്യും? ഏട്ടനിനി അവളോട് ഭയങ്കര സ്നേഹമായിരിക്കും. നമ്മൾ എങ്ങനെ അവളെ പുറത്താക്കും? മിനിയോട് ഞാൻ ഇനി എന്ത് പറയും? അമ്മയുടെ ഒരു മിനി. ഞാൻ അതൊന്നുമല്ല ആലോചിക്കുന്നേ. ഏട്ടൻ നീ എല്ലാം മറക്കും. നമ്മളിനി പുറത്താവും. അതിനു മുൻപ് എന്തെങ്കിലും ചെയ്യണം. ചേട്ടാ, ദേ നോക്കിയേ, ഞാൻ പ്രഗ്നന്റാ. നീ പ്രഗ്നന്റ് ആണെങ്കിൽ എനിക്കെന്താ? ഇത് എന്റെ ആണോ ആർക്കറിയാം? ഏട്ടാ, നമുക്ക് ഈ കുഞ്ഞു വേണ്ട. നാളെ തന്നെ നമുക്ക് ഡോക്ടറെ കാണണം. നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അമ്മേ, ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. എന്തായി? കളഞ്ഞോ? സമാധാനമായി. അല്ലെ ഞാൻ തന്നെ അത് അലസിപ്പിച്ചേ. ഈ ഏട്ടന്റെ ഒരു കാര്യം എല്ലാം ഞാൻ ചെയ്താലേ ഏട്ടന് തൃപ്തിയാവും. നീ ഇത് എന്തോ കാണിച്ചു വെച്ചേക്കുന്നത്? ഒന്നും ശരിയായിട്ടില്ല. ചാരു, മോളെ ചാരു, എന്താ ഏട്ടാ? നീ നോക്കി ഇവിടെ കഴുകി വെച്ചേക്കുന്നത്. ഒന്നും ശരിയായിട്ടില്ല. എല്ലാത്തിലും അഴുക്ക. ഒരു മാങ്ങ നേരെ ചെയ്യാനും അറിയത്തില്ല. നീ ഇവിടെ കണ്ടു പഠിക്കും. ഇവക്ക് കൈപ്പുണ്യത്തിലും ഇതുപോലുള്ള ജോലി ചെയ്യാനൊക്കെ നല്ല മിടുക്ക. മോളെ
നീ ഇതുകൊണ്ട് നന്നായിട്ട് കഴുകൊണ്ടുവന്നേ. നിന്റെ മിടുക്കുകളൊന്ന് കാണട്ടെ. ചെല് പോ 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 ചെല് ചെല് പോയി നന്നായിട്ട് കഴുകൊണ്ടോ. ചെല് കണ്ടു പഠിക്ക്. ചാരു, മോളെ ചാരു. എടി മോളെ, ഇതേ ഈ പാത്രം ഒന്ന് കഴുകി വെച്ചേക്കേ. അവളെ കൊണ്ട് കഴിച്ചാലേ തീരെ വൃത്തിയാവത്തില്ല. അതുകൊണ്ട് ഒന്ന് കഴുകി വെച്ചേക്കേ. ശരി. അയ്യോ വയ്യമ്മേ, പണിയെടുത്തിന്റെ നടു ഒടിഞ്ഞു. അത് പിന്നെ നിനക്ക് ഇതൊന്നും ചെയ്ത് ശീലമില്ലല്ലോ. നീ ഈ വീട്ടിലോ അവിടത്തെ വീട്ടിലോ കുഞ്ഞൊരു കുപ്പ എടുത്തിട്ടുണ്ടോ? അതാ നിനക്ക് ഈ നടുവേദന. എന്നാലും അമ്മയെ സമ്മതിക്കണം. നിങ്ങൾ രണ്ടെണ്ണത്തിനേ ഇതുപോലെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് തന്നെയാ വളർത്തിയത്, അല്ലാതെ വെള്ളം ഒഴിച്ചപ്പോ വളർന്ന് വലുതായതല്ല. കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല. ഏട്ടൻ ഇപ്പൊ അവളെ കൊണ്ട് ഒന്നും ചെയ്യിക്കാറില്ല. എല്ലാ കാര്യങ്ങളും ഞാനാ ചെയ്യുന്നത്. എനിക്കത് മതി. ചാരു, ഇതേ അവൻ വിളിക്കുന്നു. മോളെ ചാരു. അയ്യോ, അടുത്ത വല്ല പണിയും തരാനായിരിക്കും. ഞാൻ പോയിട്ട് വരാം. ചാരു, മോളെ ചാരു. മോളെ തേണ്ട ഇതൊന്ന് അയൺ ചെയ്ത് വെച്ചേക്കണേ. എനിക്കൊന്ന് പുറത്തു പോകണം. കണ്ടോടി, ഏട്ടനെ എന്നോടാ സ്നേഹം. നിന്റെ ആവശ്യമേ ഇല്ല. പിന്നെ എന്തിനാടി നീ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? ഇറങ്ങി പൊയ്ക്കൂടെ? അതെ, ഏട്ടൻ പറയണ്ട. അപ്പൊ ഞാൻ പോണം. ഏട്ടൻ എന്തിനാ പറയുന്നത്? ഞാൻ പറയുന്നു. എന്തിനാണ് അവള് നീ തല്ലിയെ? തല്ലല്ല, കൊല്ലാണ് വേണ്ട ഇവളെ. അതിന് മാത്രം എന്ത് തെറ്റാണ് ഇവള് നിന്നോട് ചെയ്തത്? നിങ്ങൾക്ക് അറിയില്ലല്ലേ? അല്ല, നിങ്ങളോടൊക്കെ ഇവളെന്ത് തെറ്റാ ചെയ്തത്? ഇവിടെയുള്ള എല്ലാ ജോലിയും ചെയ്ത് നിങ്ങൾ പറയുന്നതും കേട്ട ഒരു അടിമയെ പോലെ നിന്നതോ? എടാ മോനെ, നിനക്ക് എന്ത് പറ്റി? ഇവള് വല്ല കൈവശവും തന്നോ? കൈവശം തന്നത് ഇവളല്ല, നിങ്ങളാ. നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ പറയുന്നതും കേട്ട് ഞാൻ ഇവളെ തല്ലി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു? ഞാനേ ഇന്നും ഇന്നലെ അല്ല ഇവളെ കാണാൻ തുടങ്ങിയത്. ഞങ്ങൾ ഒരുപാട് വർഷം സ്നേഹിച്ചിട്ടാ വിവാഹം കഴിച്ചത്. എന്റെ ഭാര്യയെ എനിക്കറിയാം. ഏട്ടനെ എവിടെ ചതിക്കുക? നമുക്ക് വേറെ കാമുകനുണ്ട്. മിണ്ടരുത് നീ. ഒരെണ്ണം കൂടെ ഞാൻ തരും. ജീവനെ എനിക്ക് നേരത്തെ അറിയാം. എന്നാലും അവന്റെ ധൈര്യം നോക്കണേ. പിന്നെ ഈ വീട്ടിൽ തന്നെ കയറി വന്നില്ലേ? നീ റൂമിലോട്ട് വാടി. എന്താണ് പേടിച്ചു? പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ആരായാലും പേടിച്ചു. എന്തായാലും ചാരി വിശ്വസിച്ചിട്ടുണ്ട്. എത്ര നാളിങ്ങനെ പോവും? അധികം നാളൊന്നും പോയിട്ട് വരില്ല. അവളുടെ സ്വഭാവം ഒന്ന് മാറണം. അപ്പൊ അമ്മയും നന്നാവും. പാവ അവളുടെ ഭർത്താവും അവന്റെ അമ്മയും. ആ, എല്ലാത്തിനും ഒരു വഴി ഞാൻ കണ്ടു വച്ചിട്ടുണ്ട്. ആ, പിന്നെ ജീവനോട് ഞാൻ സംസാരിച്ചു കേട്ടോ. മൺഡേ മുതൽ അവൻ നമ്മുടെ കമ്പനി ജോയിൻ ചെയ്യും. പോരെ? നീ എന്താ വിചാരിച്ചത്? നീ പറയുന്ന കേട്ട ഞാൻ ഓടി ഒന്ന് ഇവിടെ തല്ലിയതാണെന്നോ? ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ ഇവളെ അപ്പ തന്നെ എന്നെ അറിയിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിലേ ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ നീ ഇവളുടെ കുഞ്ഞിനെ കൊന്നതോ? എന്റെ കുഞ്ഞിനെ കളയെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ചേട്ടൻ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഷോക്കായി പോയി. ഞാൻ അങ്ങനെയൊക്കെ കുറച്ച് കൂടുതൽ പറഞ്ഞാലേ എൻ്റെ വീട്ടുകാരെ വിശ്വസിപ്പിക്കാൻ പറ്റൂ. എൻ്റെ വീട്ടുകാരെ പറ്റി എനിക്കല്ലേ അറിയൂ. നമ്മളായിട്ട് തന്നെ ഇതിനെ അബോട്ട് ചെയ്ത് കളഞ്ഞവരെ വിശ്വസിപ്പിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എൻ്റെ സ്വന്തം അമ്മയും പെങ്ങളും തന്നെ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കും. ശരിയാ, ഇപ്പൊ അവര് അതിന് മടിക്കില്ല. ആ, എന്തായാലും നമ്മുടെ ലൈഫിലേക്ക് പുതിയൊരാളോട് വരെയല്ലേ, അതിൻ്റെ സന്തോഷത്തിന് ഇന്ന് ഈവനിങ് വരെ അടിച്ചു കൊടുക്കും. ഇവളിപ്പോഴും പ്രഗ്നന്റ് ആണ്. എൻ്റെ കുഞ്ഞിനെ ഒരു കുഴപ്പമില്ല. അപ്പൊ നീ ഞങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നല്ലേ? ആരാരെയാ തെറ്റിദ്ധരിപ്പിച്ചത്? ഞാൻ അന്നങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിലേ നിങ്ങൾ രണ്ടുപേരും കൂടെ എൻ്റെ കുഞ്ഞിനെ കൊന്നേനെ. ചാരു, നീ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അത് ആരെയും വേദനിപ്പിച്ചിട്ടാവരുത്. പൊന്നുപോലെയല്ലേ നിന്നെ അവിടെയുള്ള അമ്മ നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് നീ അവരെയും വെറുപ്പിച്ച് നീ ഇവിടെ വന്ന് നിന്നു. കൂട്ടിന് അമ്മയും. എടി, നീ ആ വീട്ടിൽ എന്തെങ്കിലും ജോലി എടുക്കാറുണ്ടോ? എല്ലാ ആ പാവ അമ്മയല്ലേ നിനക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഈ വീട്ടിലെ ജോലികളെല്ലാം ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിച്ചത്. ചാരു, ശ്രുതി ഇല്ലാത്തതിന്റെ എന്തെങ്കിലും ഒരു കുറവ് ഞാൻ നിനക്ക് വരുത്തിയിട്ടുണ്ടോ? പിന്നെ നീ എന്തിനാ എന്റെ കുടുംബജീവിതം തകർക്കാൻ നോക്കുന്നത്?
നിനക്ക് വേണ്ടി അവൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, അറിയോ? എന്നിട്ട് നീ നീ ഒരു നേരമെങ്കിലും അവനെ വിളിച്ചൊന്ന് സന്തോഷത്തോടെ സംസാരിച്ചിട്ടുണ്ടോ? ആ വീട്ടില് നീ അവനോടും അവന്റെ അമ്മയോടും പെരുമാറിയതൊക്കെ അവൻ എന്നെ വിളിച്ച് കരഞ്ഞ് പറഞ്ഞപ്പോ ഉണ്ടല്ലോ, തൊലി ഉരിഞ്ഞു പോയി. എന്റെ സങ്കടം തോന്നിപ്പോയി. പെങ്ങളെ നേരാവണ്ണം നോക്കാൻ പറ്റാത്ത ഒരു ആങ്ങളായപ്പോയല്ലോ ഞാനൊന്ന് ഓർത്തിട്ട്. സുധി എന്തായാലും ഗൾഫിൽ ജോലി വിട്ടിട്ട് നാളെ നേരെ ഇങ്ങോട്ട് തന്നെ വരും, നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ. നിനക്കിവിടെ വരാം, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ സുധിയുടെ കൂടെ മാത്രം. പിന്നെ അമ്മയോട് മര്യാദക്ക് ഇവളെ നോക്കി ഇനി വരാൻ പോകുന്ന എന്റെ കുഞ്ഞിനെയും സ്നേഹിച്ചും ലാളിച്ചും നോക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അമ്മയ്ക്ക് ഇവിടെ നിൽക്കാം. അമ്മയെ വൃദ്ധസനത്തിൽ കൊണ്ടാക്കിയ ഒരു മകനാണെന്നുള്ള പേര് എന്നെ കൊണ്ട് കേൾപ്പിക്കരുത്. ഇവളെ നിന്റെ ഏട്ടത്തി അമ്മയാണ്, അതായത് അമ്മയ്ക്ക് തുല്യമാണ്. അത് നീ മനസ്സിലാക്കണം. വാമയെ.